30 വയസ്സ് കഴിഞ്ഞാൽ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്ത് ലൈഫാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു ഏജ് ആയിരിക്കും 30 തൊട്ടിട്ട് എന്ന് എൻ്റെ അടുത്ത് അജിത് സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആണ്. പക്ഷെ നമ്മൾ 20s നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ടീനേജിൽ പ്രോബ്ലം. പക്ഷെ അതൊക്കെ മേ ബി ഒരു പ്രേമം നടന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ അതൊക്കെ ആയിരിക്കും. ഇപ്പൊ എനിക്കറിയാം, പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടിയൻ മറ്റേ വിദ്യാലയത്തിൽ പോവാന്നൊക്കെ പറഞ്ഞൊരു പാട്ടല്ലേ അത്. ആ സമയത്ത് ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഇതാരാണ് ഈ മനുഷ്യൻ സ്കൂളിലേക്ക് പോകാൻ പിന്നെ ആഗ്രഹിക്കുന്ന ആള്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഭ്രാന്താണ് കേൾക്കും. പിന്നെ സ്കൂളിൽ പോയി ഒരു വട്ടം കൂടി പോയി പഠിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ കേടുന്നൊക്കെ. പിന്നെ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്റെ അമ്മോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്കറിയാം, ഇതുകൊണ്ടാണ് സ്കൂള് മതി എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ അന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ വലുതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഒന്നും ആയിരുന്നില്ല നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ശരിക്കും സ്കൂൾ ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈഫിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസ്. ഞാൻ വരും, ദൈവമേ, നമുക്കൊരു പേടി വരും ജീവിക്കാൻ. നാളെ എന്താ, ഇനി അത് കഴിഞ്ഞെന്താ, ഇതുകൂടി കഴിഞ്ഞോ, അതോ ഇനി എനിക്ക് വലുതും ഉണ്ടോ, അത് ഇനിയും നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യണോ, ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഈ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ഓൺ ആൻഡ് ഓഫ് ആവുന്ന ഒരു ഗ്രാഫ്. ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും, നമ്മൾ പിന്നെയും ഇതെന്താ ഇങ്ങനെ. അപ്പൊ നമ്മളൊരു ഈസി എക്സിറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ കുറെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഫാമിലി, ഇതൊക്കെ നമ്മളപ്പോൾ ആലോചിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെ ലൈഫിലും ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിൽ ലൈഫ് കൊണ്ടെത്തിക്കും.